ഗൈസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. അങ്ങനെ ഫേസിലൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി മുടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ജ്വല്ലറീസ് ഒക്കെ നമുക്ക് ഇടാം. ഇപ്പം കള്ളന്മാരായതുകൊണ്ട് തന്നെ ഗോൾഡ് ഒന്നും ഇട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനത്തെ ഇട്ട് പോകാനും പറ്റൂല കേട്ടോ. കാരണം കള്ളന്മാർ പോലും വിചാരിക്കും ഇതൊക്കെ സ്വർണ്ണമാണ്. കാരണം സ്വർണം പോലെ തോന്നിക്കുന്ന ജ്വല്ലറീസ് ആണ് ഗൈസ് ഇപ്പോഴൊക്കെ. എൻ്റെ അടുത്ത് രണ്ട് തരം മാല ഉണ്ട്, ഇതിൽ ഏതിടണമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. മാല മാത്രമല്ല, രണ്ട് ബ്രേസ്ലെറ്റും ഒരു ബാംഗിളും ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഈ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇതന്നെ ഇടാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരു ബാംഗിൾ ഉണ്ട്, ഈ ഒരു ബാംഗിളും ഇട്ട് നല്ല ഭംഗിയുള്ള ബാംഗിളാട്ടോ. ഇട്ടാൽ തന്നെ കഴിക്കുന്ന എന്തൊരു മൊഞ്ചെന്നറിയോ. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റുവേ എനിക്ക് ഇതിട്ടണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, രണ്ടും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കെട്ട സ്ഥിതിക്ക് പിന്നെ മോതിരം ഇടാണ്ട് എങ്ങനെ പോവുക? അങ്ങനെ ഞാൻ ഇതേം കുറച്ച് മോതിരം കൂടി ഇട്ടിട്ടോ. പിന്നെ ഈ ഒരു പാദസരം എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ. ഹെവൻ കളക്ഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പേജിലത്തെ കളക്ഷൻ കണ്ട് ശരിക്കും ഞാൻ അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. ആൻറ്റി ടെർണിഷും ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ കളർ പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ. പേജ് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേഗം തന്നെ പോയി പർച്ചേസ് ചെയ്തോ.